നമ്മൾ എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും ഇതിനകത്ത് വേറൊരു വശം കൂടെ ഉണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, ഞാൻ ചെയ്ത കാര്യം എനിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. എനിക്ക് ഒരുപാട് വിമർശനങ്ങളുണ്ടായി. ഞാൻ മോളെ വിളിച്ചും കൊണ്ട് വന്നില്ല എന്നൊക്കെ ഉള്ള വിമർശനങ്ങൾ. ഞാൻ എൻ്റെ മോളെ അവൻ എൻ്റെ വീട്ടിൽ കയറി ആക്രമിക്കുന്ന സമയത്ത് അവനെ ഇവിടെ കേസായപ്പോഴും ഞാൻ അവനെ വെറുതെ വിട്ട സമയത്തും അവിടുന്ന് എൻ്റെ മോള് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ തന്നെയാണ് നിന്നത്. അല്ലാതെ ഞാൻ അവളെ പറഞ്ഞു വിടുക അല്ലെങ്കിൽ ഞാൻ പോയി തിരിച്ചുകൊണ്ട് വരികയല്ല ഇത്. അതിനുശേഷം എൻ്റെ മോൾ എൻ്റെ വീട്ടിൽ തന്നെയാണ് നിന്നത്. അവൻ ലാസ്റ്റ് എക്സാം എഴുതാൻ പോയ ഈ ആയുർവേദ കോളേജിൽ നിന്നാണ് അവൻ വന്ന് എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അവിടുന്നാണ് അവളെ മോളെ കൊണ്ടുപോകണം. അങ്ങനെയാണ് ആ സംഭവം ഉണ്ടായത്. അതിന് വിമർശനങ്ങൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വിളിച്ചുകൊണ്ട് വന്നില്ല, ഞാൻ നോക്കിയില്ല, എല്ലാം കൊടുത്തില്ല എന്നൊക്കെ ഉള്ളത്. അതൊന്നും സാരമില്ല, പക്ഷേ നഷ്ടപ്പെട്ടു പോയി. അതേപോലെ എനിക്ക് ഒരു കാര്യം കൂടെ വീണ മോളാണ്, അതിനുള്ള പ്രായമുള്ള വീണ മാം ഒന്ന് മനസ്സിലാക്കണം. നമ്മളെ വീട്ടിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും എങ്ങനെ ജീവിക്കുന്നു എന്ന് കണ്ട് പഠിച്ചിരുന്നു എങ്കിൽ എൻ്റെ മോള് ഇന്ന് എൻ്റെ കൂടെ കണ്ടെന്നെ. ഞാൻ എൻ്റെ ഭാര്യയെ ഒന്ന് കൈകൊണ്ട് പോലും അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ അവളെ വേദനിപ്പിച്ചിട്ടില്ല. അത് കണ്ട് വളർന്നതാണ് എൻ്റെ മോളും എൻ്റെ മോനും. പക്ഷേ അങ്ങനെ വളർത്തിയതിനെ കൊണ്ടാണ് ആ മോള് ആ വീട്ടിൽ ചെന്നപ്പോൾ അവൾക്കത് സഹിക്കാൻ കഴിയാതെ വന്നത്. നമ്മൾ ചിന്തിക്കേണ്ടി അതാണ്. കാരണം അല്ലെങ്കിൽ എൻ്റെ മോളെ ഞാൻ വീട്ടിലിട്ട് അടിച്ചു വളർത്തിയിരുന്നെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവൻ അടിക്കുന്ന അടി അവൾക്ക് അത് സഹിച്ചനായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഒരച്ഛനും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അത് മാം ഒന്ന് തിരുത്തി പറയണം. കാരണം ഒരു കാരണവശാലും അച്ഛനും അമ്മയും നേരെയാണ് അവരെ വളർത്തുന്നത്. അവർ ഒരു കാരണവശാലും ഞാൻ എൻ്റെ ഭാര്യ ഇന്ന് വരെ എനിക്ക് 32 വർഷമാവുന്നു ഞാൻ വിവാഹം കഴിച്ചിട്ട്. എൻ്റെ ഭാര്യയുടെ പുറത്ത് ഞങ്ങൾക്ക് ഇതുവരെ കൈകൊണ്ട് ഞാൻ തൊട്ടിട്ടില്ല, ഞാൻ അടിച്ചിട്ടേ ഇല്ല. ഞാൻ വാക്കുകൊണ്ട് സംസാരിക്കുന്നതല്ലാതെ ഒരു അടി പോലും കൊടുത്തില്ല. അത് എൻ്റെ മക്കൾ 2 പേർക്കും അവർക്കറിയാം. അത് വീണ മാമെന്ന് വിളിക്കാൻ മോളാണ് വീണ. അതുകൊണ്ട് കാരണം ഞങ്ങൾ ഒരുപാട് 2-3 പ്രോഗ്രാമിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് തിരുത്തി പറയണം. പിന്നെ ഓരോന്നും കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, മനുഷ്യരെ നമുക്ക് ഒന്നും പറയാൻ അവരെ കുറിച്ച് നമ്മൾ വീണ്ടും വിമർശനം ഉന്നയിക്കുക എന്നുള്ളതല്ല. അന്നത്തെ വിസ്മയുടെ ചിത്രങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഈ കുഞ്ഞിങ്ങനെ കിടന്ന് നരയിക്കുകയായിരുന്നല്ലോ, ഇതറിയാവുന്ന മനുഷ്യരുണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിക്കുക സ്വാഭാവികമാണല്ലോ. അതുകൊണ്ട് പറഞ്ഞു പോയതായിരിക്കാം. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ മോളെ ഞാൻ എൻ്റെ വീട്ടിലാണ് വിളിച്ചോണ്ട് നിർത്തിയത്. ശരി. വിസ്മയുടെ അച്ഛൻ വിസ്മയുടെ മാത്രം അച്ഛനല്ല, നമ്മുടെ ഒക്കെ കേരളത്തിലെ എല്ലാ പെൺമക്കളുടെയും അച്ഛനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അച്ഛനോട് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, വീട്ടകങ്ങളിൽ അച്ഛനമ്മമാരിപ്പോൾ ഒരു മകനെ, ഞാനൊരു ആൺകുഞ്ഞിൻ്റെ അമ്മയാണ്. എൻ്റെ മോന് 8 മാസം മാത്രമാണ് ഇപ്പോൾ പ്രായം. അപ്പം ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്, ഞാനും എൻ്റെ ഭർത്താവും നല്ല രീതിയിൽ വഴക്കില്ലാതെ ബഹളമില്ലാതെ നല്ലൊരു അന്തരീക്ഷത്തിൽ അവൻ വളരുമ്പോൾ, അവൻ സ്വാഭാവികമായിട്ടും നാളെ ഒരു പെൺകുട്ടിയെ അവൻ വിവാഹം കഴിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയാണ് ജീവിച്ചത് അതുപോലെ സ്നേഹത്തോടുകൂടി ആ പെൺകുട്ടിക്ക് ബഹുമാനം നൽകി ആ പെൺകുട്ടിയെ പരിഗണിച്ച് അവളെ അവനായി തന്നെ കണ്ട്, അല്ലേ, അവൻ്റെ ദേഹം നോക്കും പോലെയാണ് അവളുടെ ശരീരവും നോക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് വളരുന്ന ഒരു സാഹചര്യം നമ്മുടെ വീട്ടകങ്ങളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് അച്ഛൻ മനസ്സിലാക്കിയത് മറ്റൊരു തരത്തിലാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ഞാനും ഒരൊറ്റ മകളാണ്. എൻ്റെ അച്ഛനും അമ്മയും എന്നെ എങ്ങനെയാണ് വളർത്തിയതെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെയാണ് വിസ്മയുടെ അച്ഛനായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ അതുല്യയുടെ അച്ഛനായാലും ഒക്കെ അവരുടെ മക്കളെ വളർത്തുന്നത്. അത് കേരളത്തിന് അറിവുള്ള കാര്യം തന്നെയാണ്. അപ്പൊ എല്ലാ പെൺമക്കളും വളരെ പ്രഷ്യസ് ആണ്. ഈ സംഭവങ്ങളിൽ മാത്രം അതിൽ നമുക്ക് വന്ന പാകപ്പിഴകൾ എന്നുള്ളതല്ല, നമുക്ക് ഇനിയും ഇത്തരം പാകപ്പിഴകൾ ഉണ്ടാകാതിരിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ ചർച്ചയും ഉണ്ടാകുന്നത്.